ഹലോ എവരിവൺ, നമ്മുടെ USS എക്സാമിനേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ കഴിഞ്ഞ വീഡിയോ പറഞ്ഞപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ, ഡിഫറെൻറ്റ് പവേഴ്സ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നെഗറ്റീവ് പവേഴ്സ് വരുന്ന സമയത്ത് ഇങ്ങനെ എന്തുകൊണ്ട് ഇവരിങ്ങനെ തിരിഞ്ഞു വരുന്നു, അവിടെയുള്ള വാല്യൂസിന് തിരിഞ്ഞിങ്ങനെ വരാൻ കാരണം എന്താണെന്നുള്ളത് ഒരു പ്രോപ്പർട്ടി ആയിട്ട് തന്നെ നമ്മൾ പഠിക്കും, മുന്നോട്ട് പോകുമ്പോൾ പറയും എന്നുള്ളത് ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണണം. അതാണ് ഫസ്റ്റ് വീഡിയോ, ഈ ടോപ്പിക്കിലെ ഫസ്റ്റ് വീഡിയോ അതാണ്. അതിനുശേഷമുള്ള സെക്കൻഡ് വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ്, എല്ലാ വീഡിയോസും കണ്ടിന്യൂഷൻ ആയിട്ടാണ് വരിക. അപ്പോൾ മുന്നേ ഉള്ളത് കാണാത്തവരുണ്ടെങ്കിൽ കാണണം. ഞാൻ ആ വീഡിയോ കഴിയുമ്പോൾ അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളെല്ലാം മോഡൽ കാണണം എന്നുള്ളതും, അതുപോലെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യണം എന്നുള്ളതും. കാരണം വീഡിയോസും കാര്യങ്ങളും അപ്ഡേറ്റ്സ് വരുമ്പോൾ അത് ആ കമ്മ്യൂണിറ്റിയിൽ വരും, ലിങ്കും കാര്യങ്ങളും കമ്മ്യൂണിറ്റിയിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് മിസ്സാവില്ല. അപ്പോൾ ആരെങ്കിലും ഇനി നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാണാൻ പറ്റും, ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക, ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ അവിടെ വരും. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു സംഭവം ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ള ഈ ഒരു കാര്യത്തിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് 5H എക്സാമ്പിളൊക്കെ നമ്മൾ മുന്നേയുള്ള വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അതിൻ്റെ പ്രോപ്പർട്ടി, ജനറൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. a raised to minus m is equal to 1 by a raised to m. a raised to m is equal to 1 by a raised to minus m. രണ്ട് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ എന്താ എ എന്താ എം എന്ന കൺഫ്യൂഷൻ ഉണ്ടാവും. സിമ്പിളായിട്ട് ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാം 10 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ആണ് അല്ലേ. 10 raised to minus 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതിനെ 1 by 100 എന്ന് പറയാം. റെഡി എന്ന് വെച്ചാൽ 10 raised to minus 2 is equal to 1 by ഈ 100ന് പകരം 10 raised to 2 എന്ന് പറയാലോ, 10 raised to 2 എന്ന് പറയാം അല്ലേ. 100ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, 10 raised to 2. സോറി, 10 raised to 2. ഓക്കെ, ദാറ്റ് മീൻസ് 10 raised to minus 2 is equal to 1 by 10 raised to 2 എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. കാരണം 10 raised to 100 ആണ്, അപ്പോൾ 1 by 100 കിട്ടും. ഇതേ സംഭവത്തെ ജനറലൈസ് ചെയ്ത് പറഞ്ഞതാണ് ഈ കൊടുത്തിട്ടുള്ളത്. എന്താ കൊടുത്തിട്ടുള്ളത്, a raised to minus m. ഇവിടെ a 10ഉം m 2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ a 10 കണ്ടോ, raised to minus m 2 ആണ്, അപ്പോൾ minus 2 is equal to 1 by a raised to m. അതായത് a എന്ന് പറഞ്ഞാൽ നമ്മൾ 10, m എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ കാര്യം ഇത്രയേ ഉള്ളൂ. ഇവിടെ 10 raised to minus 2 ഉണ്ടെങ്കിൽ ആ എക്സ്പോണൻറ്റിനെ പോസിറ്റീവ് ആക്കണമെങ്കിൽ 1 by 10 raised to അതിൻ്റെ പോസിറ്റീവ് ഇട്ട് കൊടുത്താൽ മതി. സിമിലർലി നിങ്ങൾക്ക് ഇങ്ങനെയും പറയാം, 10 raised to 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 by 10 raised to minus 2 എന്നുള്ള രീതിയിലും പറയാം. എന്ന് വെച്ചാൽ കാര്യം വളരെ സിമ്പിളാണ്. ഇവിടെ നെഗറ്റീവ് ആണ് എക്സ്പോണൻ്റ് എങ്കിൽ ഇങ്ങോട്ട് എത്തുമ്പോൾ പോസിറ്റീവ് ആവും, ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ ഇങ്ങോട്ട് എത്തുമ്പോൾ നെഗറ്റീവ് ആവും. അതാണ് രണ്ടാമത് പറഞ്ഞത്, a raised to m is equal to 1 by a raised to minus m എന്നുള്ള രീതിയിൽ പറയാം. അതായത് ഇവിടെ എക്സ്പോണൻ്റ് പോസിറ്റീവ് ആണെങ്കിൽ താഴോട്ട് വരുമ്പോൾ നെഗറ്റീവ് ആവും, ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ താഴോട്ട് വരുമ്പോൾ പോസിറ്റീവ് ആവും. സിമ്പിൾ ഐഡിയ. അപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ കണ്ട കാര്യത്തിനെ ജനറലൈസ് ചെയ്ത് പറഞ്ഞ കാര്യമാണിത്. ഇനി 5ൻ്റെ എക്സാമ്പിൾ നമ്മൾ മുന്നേ കണ്ടിരുന്നു അല്ലേ. 5 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 125 ആണ് നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. 5 raised to minus 3 വാല്യൂ ആ സമയത്ത് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് 1 by 125 ആണെന്നുള്ളത്. അപ്പോൾ ഇയാൾ നമുക്ക് എങ്ങനെ പറയാം, 1 by 125ന് പകരം 5 ക്യൂബ് എന്ന് പറഞ്ഞൂടെ, 5 ക്യൂബ്. സോ 5 raised to minus 3 is equal to 1 by 5 raised to 3 എന്ന് പറയാം. ഇതും അതേപോലെ തന്നെ അല്ലേ. നിങ്ങൾ നോക്കിയാൽ 5 raised to നെഗറ്റീവ് ആണ്, അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ അതിൻ്റെ പോസിറ്റീവായി. അപ്പോൾ ഇയാൾ നമുക്ക് ഇങ്ങനെയും പറയാം, 5 raised to 3 is equal to 1 by 5 raised to minus 3 എന്ന് വേണമെങ്കിലും പറയാം. ഈ പോസിറ്റീവ് ഇങ്ങോട്ട് വരുമ്പോൾ നെഗറ്റീവ് ആവും. സിമ്പിൾ ഐഡിയ അല്ലേ. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോപ്പർട്ടി പറയുന്നത്. a raised to m is equal to 1 by a raised to minus m എന്ന് പറയാം ഇതിലുള്ള പോലെ, അല്ലെങ്കിൽ a raised to minus m is equal to 1 by a raised to m എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ a m കണ്ട് പേടിക്കേണ്ട, ജനറലൈസ് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ജനറലൈസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് 2 raised to minus 3. ഓക്കെ, 2 raised to minus 3 എന്ന് പറയുന്ന ആളുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക, സിമ്പിളാണ്. ഇയാളെ നമുക്ക് 1 by 2 raised to 3 ആക്കിക്കൂടെ, നമ്മൾ മുന്നേ കണ്ടു അല്ലേ. a raised to minus m is equal to 1 by a raised to m. ഇവിടെ a എന്ന് പറഞ്ഞാൽ 2 ആണ്, m എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇവിടുത്തെ നെഗറ്റീവ് എക്സ്പോണൻറ്റിനെ പോസിറ്റീവ് ആക്കണമെങ്കിൽ താഴോട്ട് കൊടുത്താൽ മതി, 1 by ആക്കിയാൽ മതി. 1 by 2 ക്യൂബ് എന്ന് വരും. 1 by എന്താ 2 ക്യൂബ്, 2 into 2 into 2 ആണ് അല്ലേ. 2 into 2 into 2 അതാണ് 2 ക്യൂബ്. എന്താ ഒരു ആൻസർ 8. അപ്പോൾ ഇതിൻ്റെ ആൻസർ 8 ആണ്, 1 by 8 ആണ്. സോ 2 raised to minus 3 എന്ന് പറഞ്ഞാൽ 2 raised to minus 3 is equal to നമുക്ക് എന്ത് പറയാൻ പറ്റും, 1 by 8 എന്നുള്ളത് കൺക്ലൂഡ് ചെയ്തിട്ട് പറയാൻ പറ്റും. സിമ്പിൾ ഐഡിയ അല്ലേ, കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് 1 by 3 raised to minus 2. 1 by 3 raised to minus 2 എന്ന് പറയുന്ന ആളുടെ വാല്യൂ എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എന്താ 1 by 3 raised to minus 2? നമുക്ക് അയാളെ 3 raised to 2 എന്ന് പറയാൻ പറ്റും. കാരണം താഴെ നെഗറ്റീവ് എക്സ്പോണൻ്റ് ഉണ്ടെങ്കിൽ അയാൾ മുകളിലോട്ട് കൊടുത്താൽ എന്തായി മാറും, എക്സ്പോണൻ്റ് പോസിറ്റീവ് ആകും. എന്താ 3 raised to 2 എന്ന് പറഞ്ഞാൽ 3 into 3 എന്താണ് ആൻസർ, 9 എന്ന് പറയാൻ പറ്റും. 1 by 3 raised to minus 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ എന്താണ്, 9 ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് ആൻസർ കൺക്ലൂഡ് ചെയ്യാം.
ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് ഇത്തരത്തിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് കൂടെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ അവിടെ പറയുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, എന്താണ് ആൻസർ വരുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, 5 raised to -2 നമ്മൾ ഓൾറെഡി ചെയ്തതാണ്, എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. 5 raised to -2ൻ്റെ വാല്യൂ കണ്ടു നോക്കുക. 3 raised to -3, 1/3 raised to -2. ഓക്കെ, ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക, എന്താണ് ആൻസർ വരിക എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. സിമ്പിളാണ്, നമ്മളിപ്പോൾ പറഞ്ഞ അതേ റൂൾ എന്ത് ചെയ്താൽ മതി, അപ്ലൈ ചെയ്താൽ മതി. ഇതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ പറയാം. എല്ലാവരും ചെയ്ത് നോക്കുക, എല്ലാവരും കിട്ടിയ ആൻസേഴ്സ് എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഐഡൻറ്റിറ്റി. ഇതുപോലത്തെ കുറേ ഉണ്ട്. ഇനി നമുക്ക് അടുത്തതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഇങ്ങനത്തെ റൂളാണ് ഞാൻ അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇങ്ങനെ പല റൂൾസ് എന്ത് ചെയ്യും നമ്മൾ അപ്കമിങ് വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്യും. എല്ലാം സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാൽക്കുലേഷൻസ് ഏറ്റവും ഈസി മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഷുവറാണ്. റെഡി അല്ലേ? അപ്പോൾ നിങ്ങളുടെ കൂടുതൽ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ ഈ വീഡിയോസും കാര്യങ്ങളും ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടും കൂടി നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിലോട്ട് എത്തിക്കുക. കാരണം നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു കമ്പൈൻ സ്റ്റഡിയും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും, അവർ നിങ്ങൾക്ക് അയച്ചെന്ന് നിങ്ങൾക്ക് കിട്ടുന്ന അവർക്ക് അയച്ചു കൊടുക്കുക. അങ്ങനെ എല്ലാവരും നമ്മളൊരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പഠിക്കാനും അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നല്ലൊരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്തെടുക്കുക. ഓക്കെ, താങ്ക് യു.